الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കപട വിശ്വാസികളായ ആളുകളുടെ ലക്ഷണങ്ങളെ സംബന്ധിച്ചും മറ്റുമാണ് പറഞ്ഞു വന്നത്. കപടന്മാരായ ആളുകൾക്ക് ഒരു കാലത്തും അവർക്കൊരു ലക്ഷ്യമോ അല്ലെങ്കിൽ ശരിയായ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ടുള്ള നിലപാടോ അവർക്കുണ്ടായിരുന്നില്ല. അവർ ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുക, സത്യവിശ്വാസികളായ ആളുകളെയും അതുപോലെ പ്രവാചകന്മാരെയും അള്ളാഹുവിനെയും ഒക്കെ വഞ്ചിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ലോകത്ത് ഇന്നേ വരെയുള്ള കപടന്മാരായ ആളുകൾ സ്വീകരിച്ച നിലപാട്. ആ ഒരു നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തരായി സത്യവിശ്വാസികളായ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത്, അവർ എപ്പോഴും അവരുടെ ചിന്തയും അവരുടെ ആലോചനയുമെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഉതകുന്ന രീതിയിൽ തന്റെ വിശ്വാസത്തെയും പ്രവർത്തനങ്ങളെയും ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നതാണ് സത്യവിശ്വാസികളായ ആളുകളുടെ ഗുണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പടച്ചവന്റെ തൃപ്തിയാണ് സത്യവിശ്വാസികൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പടച്ചവന്റെ തൃപ്തി ആഗ്രഹിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ ഏത് പരീക്ഷണങ്ങൾ വന്നാലും, ഏത് അനുഗ്രഹങ്ങൾ വന്നാലും, പരീക്ഷണങ്ങൾ ലഭിച്ചാലും അനുഗ്രഹങ്ങൾ വന്നു ഭവിക്കുമ്പോഴുമെല്ലാം അവന്റെ ചിന്ത അത് അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ടാണ് സത്യവിശ്വാസികളായ ആളുകൾ കാണുക. കപടവിശ്വാസികളായ ആളുകളോ അവരുടെ ജീവിതത്തിൽ ഒരു ഗുണവും അവർക്ക് വരുന്ന സമയത്ത് അത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് എന്നാണ് കപടവിശ്വാസികളായ ആളുകൾ പറയുക.
ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോ അത് അള്ളാഹുവിന്റെ ശിക്ഷയായിട്ടാണ് അവർ ഗണിക്കുന്നത്. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ സത്യവിശ്വാസികളായ ആളുകൾ എത്ര വലിയ അനുഗ്രഹം ലഭിച്ചാലും ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമായിട്ടാണ് കാണുക. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അധികാര പദവികൾ അല്ലാഹു തആല നൽകിയല്ലോ. അതെല്ലാം നൽകിയപ്പോഴും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാചകം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ധരിക്കുന്നു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ, എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാം, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ റബ്ബ് എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. എന്ത്? അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദി കേടാണോ ഞാൻ കാണിക്കുന്നത്, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാകുന്നുണ്ടോ, നന്ദി കാണിക്കുന്നവനാകുന്നുണ്ടോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന പരീക്ഷണമാണ് എന്നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതേത് അനുഗ്രഹങ്ങൾ സത്യവിശ്വാസികൾക്ക് ലഭിക്കുമ്പോഴും നമ്മുടെ ചിന്ത സത്യവിശ്വാസികളായ ആളുകളാണെങ്കിൽ അത് എന്നെ റബ്ബ് പരീക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന അനുഗ്രഹമാണ് എന്ന ചിന്തയായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് സത്യവിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും ഉപരി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമായിരിക്കും സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കുക. അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയം, അള്ളാഹുവിന്റെ സന്നിധിയെ സംബന്ധിച്ചുള്ള, അള്ളാഹുവിന്റെ ശിക്ഷാരക്ഷകളെ സംബന്ധിച്ചുള്ള ചിന്തയും, അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ എന്ന ആ ഒരു ചിന്തയിൽ നിന്ന് അള്ളാഹു തആല എന്നെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന ആ ഒരു ഭയം, നരകത്തെ സംബന്ധിച്ചുള്ള പേടി, അങ്ങനെ ഭയം ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുക. ലക്ഷ്യം സ്വർഗമാണ് എന്ന് നാം പറഞ്ഞല്ലോ. ആ ലക്ഷ്യസ്ഥാനത്ത് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുന്നതും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ള സത്യവിശ്വാസികളായ ആളുകൾക്കാണ്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിന്റെ സന്നിധിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും മനസ്സിനെ തന്നിഷ്ടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കാകുന്നു ഫൈനൽ ജന്നത്തി ഹിയൽ മഅവാ, അവരുടെ സങ്കേതം സ്വർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സത്യവിശ്വാസികളായ ആളുകളുടെ ഗുണവിശേഷണങ്ങളാണ് പറയുന്നത്. അള്ളാഹുവിന്റെ സന്നിധിയെ സംബന്ധിച്ചുള്ള എപ്പോഴുമുള്ള ഭയം സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ സന്നിധിയെ സംബന്ധിച്ച് സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഏത് സന്ദർഭത്തിലും ഇപ്പൊ നരകാവകാശികളായ ആളുകൾ, നരകത്തിൽ പ്രവേശിച്ച ആളുകളും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ കേട്ട ആ വചനം. ഖുതുബയുടെ ആദ്യത്തിൽ അവർ ചിലരോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ആ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗവാസികളായ ആളുകൾ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ പറയും, ഖാലു ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, ഞങ്ങൾ കുടുംബത്തിലായിരുന്ന സമയത്ത്, ഞങ്ങൾ ദുനിയാവിൽ കുടുംബജീവിതം നയിച്ചിരുന്ന, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം കഴിയുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം തെറ്റുകുറ്റങ്ങളൊക്കെ താന്തോന്നികളായി ജീവിക്കുമ്പോ ഞങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ സന്നിധിയെ ഭയപ്പെട്ടവരായിരുന്നു. ആ ഭയപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത് എന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ നരകക്കാരായ ആളുകളോട് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സത്യവിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ ഒരടക്കവും ചിട്ടയും ഒതുക്കവും എല്ലാം ഉണ്ടായിരിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹിന്റെ സന്നിധിയെ സംബന്ധിച്ചുള്ള ഭയം എന്ന് മനസ്സിലാക്കുക. മറ്റൊരു ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തുടർന്ന്
ഇതുപോലെയുള്ള ധാരാളം വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. സത്യവിശ്വാസികളുടെ ഗുണങ്ങളായിട്ട്, വിശേഷണങ്ങളായിട്ട്. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും സത്യവിശ്വാസികളായ ആളുകൾ എങ്ങനെയുള്ളവരാണ്? ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ സംബന്ധിച്ച് അവരോട് പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നടുങ്ങും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവരുടെ ഹൃദയത്തിന് നടുക്കമുണ്ടാകും, അവരുടെ ഹൃദയം വിറക്കും. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, വജിലത്ത് ഖുലൂബ്, അത് സത്യവിശ്വാസികളായ ആളുകൾക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാവണം. ക്ഷുദ്രജീവികളെ ഭയപ്പെടുന്നത് പോലെയോ അല്ലെങ്കിൽ പേപ്പട്ടിയെ ഭയക്കുന്നത് പോലെയോ ഒന്നുമല്ല അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം എന്ന് പറയുമ്പോ മറ്റുള്ളതിൽ നിന്നെല്ലാം നിർഭയത്വമാണ് മനുഷ്യർക്ക് നൽകുന്നത്. അല്ലാതെ യുക്തിവാദികളായ ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ഭയപ്പെടുത്തുന്ന ഒരു മതമാണ്, ഒരു പ്രസ്ഥാനമാണ്, ജനങ്ങളെ എല്ലാം ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയം, അള്ളാഹിന്റെ സന്നദ്ധിയെ സംബന്ധിച്ചുള്ള ഭയം, അത് മനുഷ്യർക്ക് നിർഭയത്വം നൽകുന്ന ഒരു രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹ് എന്ന് പറയുന്നതായി കേട്ടാൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ കേട്ടുകഴിഞ്ഞാൽ ആ സമയത്ത് ഹൃദയം നെടുങ്ങും എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ച് എത്ര പ്രാവശ്യമാ ബാങ്കിലൂടെ അള്ളാഹിനെ സംബന്ധിച്ച് കേൾക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹിനെ സംബന്ധിച്ച് ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊന്നും നമ്മുടെ ഹൃദയം തുറക്കുന്നില്ല, നൽകുന്നില്ല. അള്ളാഹ് എല്ലാറ്റിനും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. നമ്മുടെ ഭാര്യമാർക്ക് സ്ഥാനമുണ്ട്, ഭർത്താക്കന്മാർക്ക് സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ വാഹനങ്ങൾക്ക്, നമ്മുടെ വീട്, എല്ലാറ്റിനും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടല്ലോ. ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാത്ത, സ്ഥാനമില്ലാത്ത ഒന്ന് മാത്രമേ അള്ളാഹുവിനാണ് നാം സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹ്ക്ക് സ്ഥാനമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ, സൃഷ്ടികളെ അവർ ഇഷ്ടപ്പെടുകയും സൃഷ്ടാവിനെ മറന്നു കളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹ്ക്ക് സ്ഥാനമില്ല. ഇന്ന് നാം ആരോടെങ്കിലും ആരോഗ്യത്തെ സംബന്ധിച്ച്, അയാളുടെ അസുഖത്തെ സംബന്ധിച്ചൊക്കെ ചോദിച്ച് നോക്കിയാൽ മറുപടി കിട്ടുന്നത് എങ്ങനെയുണ്ട് ഇപ്പൊ അസുഖം, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്നയാളുടെ രോഗം മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോ കുടുംബത്തിലും മറ്റുമൊക്കെ അന്വേഷണം നടത്തുന്ന സമയത്ത് ആളുകൾ പറയുന്നത് എന്താ? എല്ലാ ഹോസ്പിറ്റലുകളും കൊണ്ടുപോയി, എല്ലാം കഴിഞ്ഞു, എല്ലാ ചികിത്സയും നടത്തി, എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ വീട്ടിൽ കിടപ്പിലാണ്, ഇനി എല്ലാം അള്ളാന്റെ കയ്യിലാണ്, അവസാനമാണ് അള്ളാനെ കൊണ്ടുവരുന്നത്, ഇനി എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒരു നാട്ടുവൈദ്യന് കൊടുക്കേണ്ട സ്ഥാനം പോലും അള്ളാഹ്ക്ക് കൊടുക്കാത്ത ഒരു കൗമനെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, സത്യവിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സത്യവിശ്വാസിക്ക് ഒരു പ്രശ്നം വന്നിട്ട് ആ പ്രശ്നത്തിൽ ആദ്യമായി അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുമ്പോഴാണ് അവൻ ഈമാനുള്ളവനാകുന്നത്. ഈ ഒരു നിലപാടാണ് സത്യവിശ്വാസികളായ ആളുകൾ കാണിക്കേണ്ടത്. ഏത് പ്രശ്നം വന്നാലും, എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, അള്ളാഹുവിനെ ആ വിഷയത്തിൽ ഇടപെടിപ്പിക്കണം, അള്ളാഹുവിനെ ഇടപെടിപ്പിക്കണം. ആ ഒരു രീതിയാണ്. അതാണ് അള്ളാഹിനെ സംബന്ധിച്ച പറയുന്നതായി കേട്ടാൽ നമ്മുടെ ഹൃദയം നെടുങ്ങണം, വിറക്കണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻ സമുദായങ്ങളുടെ പല കാര്യങ്ങളും വിവരിക്കുന്ന കൂട്ടത്തിൽ ഒരു യാത്രാ മധ്യത്തിൽ 3 ആളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയ സംഭവം വിശദീകരിക്കുന്നുണ്ടല്ലോ. ആ ഗുഹയിൽ അകപ്പെട്ട സമയത്ത് മുമ്പ് അവരുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ എടുത്തു കാണിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ കൂട്ടത്തിൽ ആ ഗുഹയിൽ നിന്ന് പാറയുടെ ആ ഗുഹയിൽ അകപ്പെട്ടു പോയ ആളുകൾ 3 ആളുകളിൽ ഒരാളുടെ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാൾ പ്രാർത്ഥിച്ചത്, എനിക്കൊരു ബന്ധുവായ സ്ത്രീ ഉണ്ടായിരുന്നു, സൗന്ദര്യമുള്ള, ഞാനാണെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള അനുഗ്രഹം ലഭിച്ച ആളുമായിരുന്നു. ഞാൻ അവളെ ഇഷ്ടപ്പെടുകയും അവളുമായിട്ട് സല്ലപിക്കാൻ വേണ്ടി, വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ അവൾ അതിന് സമ്മതിക്കാതിരിക്കുകയും, എന്നിട്ടോ അവൾക്ക് സാമ്പത്തികമായ ഒരു ആവശ്യം വന്നപ്പോ അവൾ ഗത്യന്തരമില്ലാതെ അതിനെ തുനിയുകയും, അങ്ങനെ ഞാൻ അവളുമായി പ്രാപിക്കാൻ വേണ്ടി, അവളുമായി ലയിക്കാൻ വേണ്ടിയിട്ട്, വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുനിഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു, ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹുവിനെ
ഭയപ്പെടണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ അവളിൽ നിന്ന് പിന്മാറി. അതുകൊണ്ട് ആ ഒരു കർമ്മം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചല്ലോ. അപ്പൊ ഇവിടെ അള്ളാ എന്ന് പറയുന്നതായി കേട്ടപ്പോ അയാളുടെ ഹൃദയം നടുങ്ങിപ്പോയി. അയാൾക്ക് ഒരു തുറവടി അള്ളാഹുവിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഒരു കാരണമായിട്ട് അത് ലഭിക്കുകയും ചെയ്തു. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏത് സമയത്തും അള്ളാഹിനെ സംബന്ധിച്ച് കേട്ടാൽ, അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, തുടർന്ന് അല്ലാഹു തആല പറയുന്നു, ഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, സാദതുഹും ഈമാന, അവരുടെ ഹൃദയം, അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക, സത്യവിശ്വാസികളായ ആളുകളുടെ. അപ്പൊ ഖുർആൻ പാരായണം കേട്ടാൽ, നമ്മുടെ ഹൃദയം അള്ളാഹിനെ സംബന്ധിച്ച് കേട്ടാൽ ഹൃദയം നെടുങ്ങണം. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നത് കേട്ടാൽ, പരിശുദ്ധ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നതായി കേട്ടാൽ നമുക്ക് ഈമാൻ വർദ്ധിക്കണം. നമുക്ക് അതൊന്നും ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ പാരായണം ശരിയായ രീതിയിലുള്ളതല്ല, നമ്മുടെ പഠനം ശരിയായ രീതിയിലുള്ളതല്ല. ഹൃദ്രോഗത്തിനുള്ള ഔഷധമായിട്ടാണ് ഖുർആനെ പഠിപ്പിച്ചിരിക്കുന്നത്. ദവാഉ ഖൽബിൻ ഖംസത്തുൻ വതിലാബത്തുൻ ബിദതഫുരിൽ മഅന വലിൽ ബത്നിൽ ഖലാ. അറബി കവിവാക്യം പറഞ്ഞല്ലോ, ദവാഉ ഖൽബിൻ, ഹൃദ്രോഗത്തിനുള്ള മരുന്ന്, ഖംസത്തുൻ, 5 എണ്ണമാണ്. അതിൽ ഒന്ന് വതിലാബത്തുൻ, ഖുർആൻ പാരായണം. എങ്ങനെയുള്ള ഖുർആൻ പാരായണം? വെറുതെ ഇങ്ങനെ മൂളി ഓത്ത് അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ബിദതഫുരിൽ മഅന, അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ പാരായണം. എന്താണ് ഈ പാരായണം ചെയ്യുന്നത് എന്നറിയണ്ടേ? എന്നാലാണ് ഈമാൻ വർദ്ധിക്കുന്നത്. ബിദതഫുരിൽ മഅന, അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള പാരായണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിന്നിൽ നിന്ന് ഖുർആൻ ഓതി എന്നെ ഒന്ന് കേൾപ്പിക്കണം. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങേക്കാണ് ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്, ഞാൻ എന്തിനാ പാരായണം ചെയ്യണം? അല്ല, ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറയിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഓതി ആൽ ഇംറാൻ കഴിഞ്ഞ് സൂറത്തുൽ നിസായിലെ 41ാമത്തെ ആയത്തിലെത്തിയപ്പോൾ എന്താണ് ആയത്ത്? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ എന്ന ആയത്തെത്തിയപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഖുർആൻ ഓത്ത് നിർത്തു എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഞാൻ തിരിഞ്ഞ് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് ഒലിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ. എല്ലാ സമുദായങ്ങൾക്കും സാക്ഷിയായിട്ട് ആഖിറത്തിൽ പ്രവാചകന്മാരെ കൊണ്ടുവരപ്പെടുകയും ഈ സമുദായത്തിന് സാക്ഷിയായിട്ട് അങ്ങയെ കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അർത്ഥം വരുന്ന ഖുർആൻ വാക്യം കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിയല്ല, പ്രതി നമ്മളാണ്. നമുക്ക് സാക്ഷിയായിട്ടാണ് റസൂൽ പറഞ്ഞത്. സാക്ഷിക്കാണ് ഭയം, പ്രതികളായി നമുക്ക് ഭയമില്ല. നമുക്ക് സാക്ഷിയായിട്ട് ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരപ്പെടുമ്പോൾ അങ്ങയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അർത്ഥം വരുന്ന ഖുർആൻ വാക്യം കേട്ടപ്പോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പേടിച്ച് വിറച്ചുകൊണ്ട് ആയത്ത് അങ്ങോട്ട് പിന്നീട് ഓതാൻ ഇബ്നു മസ്ഊദിനോട് ആവശ്യപ്പെടാതെ നിർത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലും നെടുങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ മരുഭൂമിയിലെ പട്ടി എന്നറിയപ്പെട്ടിരുന്ന ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തിയിരുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു മരുഭൂമിയിലെ പട്ടി എന്നാണ് അയാളെ വിശേഷിപ്പിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ യാത്രക്കാരെയൊക്കെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട സ്വഭാവമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ദിവസവും അയാൾക്ക് വ്യഭിചരിക്കണം. ഒരു ദിവസം അയാൾക്ക് വ്യഭിചരിക്കാൻ ഒരു സ്ത്രീയെയും കിട്ടാതെ വന്നപ്പോ ഒരു വീട്ടിന്റെ വാതിൽക്ക് ചെന്നിട്ട് വാതിൽ ഇങ്ങനെ മുട്ടുന്ന സമയത്ത് ആ വീട്ടിന്റെ അകത്തിൽ നിന്ന് തഹജ്ജുദ് നമസ്കാരത്തിൽ ആ സ്ത്രീ ഓതുന്ന ഒരു വചനം എന്താണ്? അലം യഅ്നില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ബിദിക്രില്ലാഹ് എന്ന ആയത്ത് ആവർത്തിച്ച് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് സത്യവിശ്വാസികളായ ആളുകളിലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ലേ? അല്ലാഹു തആല അവതരിപ്പിച്ച ഖുർആനിലേക്കും മടങ്ങാൻ സമയമായിട്ടില്ലേ എന്ന വചനം ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു. അത് കേൾക്കുകയാണ് ഈ മനുഷ്യൻ. ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന
ആദ്യകാലത്ത് മരുഭൂമിയിലെ പട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ കേൾക്കുന്നു. വാതിൽക്കൽ നിന്ന് പയ്യെ പയ്യെ പിന്തിരിഞ്ഞ് അയാൾ സത്യത്തിന്റെ ഖുർആന്റെ ആ മാധുര്യത്തിലേക്ക്, ഖുർആന്റെ അടിസ്ഥാനത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം നെടുങ്ങിയിട്ട് ഈമാൻ വർദ്ധിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ മരുഭൂമിയിലെ യാത്രക്കാരുടെ കൂട്ടുകാരൻ എന്ന ആ നാമത്തിലേക്ക് അയാൾ വിശേഷിപ്പിക്കപ്പെട്ടുവെങ്കിൽ എന്താണ് ഇതെല്ലാം സംഭവിച്ചത്? സത്യവിശ്വാസികളായ ആളുകളുടെ ഹൃദയം നെടുങ്ങുമെന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുപോലെ ആയത്ത് കേട്ടപ്പോ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മിസ്ദാദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപം മുനാഫിക്കുകളായ ആളുകൾ വ്യഭിചാര ആരോപണം നടത്തിയപ്പോ അതിൽ പങ്കാളിയായി പോയി മുനാഫിക്കുകളുടെ ഈ കെണിവലയിൽ പെട്ടുപോയാൽ ഈ മിസ്ദാദ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനാ. മിസ്ദാദ് റളിയല്ലാഹു അൻഹുവിന് പാവപ്പെട്ട മിസ്ദാദിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി സഹായം നൽകിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മകൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച് അവരുടെ കൂട്ടത്തിൽ ചേർന്നതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മേലാൽ മിസ്ദാദിന് ഞാൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നത് ഞാൻ നിർത്തിവെക്കും, ഞാൻ കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്തു, സത്യം ചെയ്തു. അതിന് ചോദ്യം ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅതു ഉലി ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അല്ലാഹു തആല ചോദ്യം ചെയ്യുകയാണ്, എന്താണ് നിങ്ങളിൽ ശ്രേഷ്ഠതയും കഴിവുള്ള ആളുകൾ, കുടുംബബന്ധമുള്ളവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ആളുകൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല മാപ്പ് നൽകുന്നതും അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാന്റെ ചോദ്യം, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നല്ല കരുണയും മാപ്പും നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് അതുപോലെ നിങ്ങളും ആളുകൾക്ക് മാപ്പ് കൊടുക്കണം, വിശാലത ചെയ്തു കൊടുക്കണം അർത്ഥം വരുന്ന ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, ബലാ വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ തഗ്ഫിറ ലനാ യാ റബ്ബനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നതിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഞാനിത് തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ട സന്ദർഭത്തിൽ അത് തിരുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹനെ സംബന്ധിച്ച് പറയുന്നതായി കേട്ടാൽ നമ്മുടെ ഹൃദയം വിറക്കണം, നെടുങ്ങണം. അതുപോലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കണം. അങ്ങനെ ഈമാൻ വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ രേഖപ്പെടുത്തപ്പെട്ടാൽ, ഈമാൻ രേഖപ്പെടുത്തി വെച്ചാൽ ഒരിക്കലും അധർമ്മത്തോട് സന്ധിയാകാൻ നമുക്ക് സാധിക്കുകയില്ല, അക്രമത്തോട് കൂറുകൂടാൻ നമുക്ക് സാധിക്കുകയില്ല, അനീതിക്കെതിരെ കണ്ണടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഏതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് അനുവാദം കൊടുത്തിരുന്ന ഒരു കാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുൽ കിറാം മദീനത്തെ പള്ളിയിലിരിക്കുന്നു. അവിടെ ഖുർആൻ ക്ലാസ് നടക്കുകയാണ്. മദീനത്തെ പള്ളിയിലിരിക്കുന്നു. അബൂ ഉബൈദ എന്ന് പറയുന്ന സ്വഹാബി വര്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ട്. അബൂ ഉബൈദ ജറാഹിന്റെ മകനാ. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് കയറി വന്ന് വാതിൽക്കൽ നിന്നിട്ട്, മദീനത്തെ പള്ളിയുടെ വാതിൽക്കൽ നിന്നിട്ട് മുഹമ്മദ് നബിയെ വെല്ലുവിളിക്കുന്നു. എന്താണ് വെല്ലുവിളി? മുഹമ്മദ്, നീ പറയുന്നുണ്ടല്ലോ നിന്റെ കൂട്ടത്തിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് ഞങ്ങളെ പോലെയുള്ള കപടന്മാരോട്, സത്യനിഷേധികളായ കാഫിരീങ്ങളായ ആളുകളോട് യുദ്ധം ചെയ്ത് ഷഹീദായി മരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് നീ പറയുന്നുണ്ടല്ലോ. ആ സ്വർഗം കരസ്ഥമാക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളായി നിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന വെല്ലുവിളിയാണ്. അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ നിന്ന് സ്വഹാബത്തുൽ കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് സ്വന്തം ബാപ്പയാണ് വെല്ലുവിളിക്കുന്നതെങ്കിലും അബൂ ഉബൈദ എഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചു ബാപ്പയോട് യുദ്ധം ചെയ്യാൻ. റസൂലുള്ളാഹി ശാന്തത അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കാൻ പറഞ്ഞ് ഇരുത്തി. അവസാനം ഗത്യന്തരമില്ലാതെ വെല്ലുവിളി രൂക്ഷമായ സമയത്ത് ബാപ്പാനോട് യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്ന മകനെ പ്രശംസിച്ചുകൊണ്ട് ആയത്തിറങ്ങി. എന്താണ് ആയത്ത്? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും
أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് മുജാദലയിലെ അവസാനത്തെ ആയത്താണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിച്ചവരുമായി അള്ളാഹിനെയും റസൂലിനെയും വെല്ലുവിളിച്ചവരുമായി സന്ധിയാകുന്നത് നിനക്ക് കാണാൻ സാധിക്കുകയില്ല നബിയെ. അതവരുടെ മാതാപിതാക്കളായിരുന്നാലും ശരി, അതവരുടെ മക്കളായിരുന്നാലും ശരി, അവരുടെ സഹോദരങ്ങളായിരുന്നാലും ശരി, അല്ലെങ്കിൽ അവരുടെ അടുത്ത കുടുംബക്കാരായിരുന്നാലും ശരി, ആരായിരുന്നാലും സത്യവിശ്വാസം അല്ലാഹു തആല അവരുടെ ഹൃദയത്തിനകത്ത് സത്യവിശ്വാസം നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സത്യവിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തിയാൽ ഒരിക്കലും അധർമ്മത്തോട് സന്ധിയാകാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹു പറയുന്നു ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു. അവർക്ക് പ്രത്യേക ആത്മ ചൈതന്യം കൊണ്ട് അവർക്ക് നാം പിൻബലം നൽകിയിരിക്കുന്നു. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അവർക്കുണ്ട്. അതിൽ അവർ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറദൂവൻ. അവർ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലൈക ഹിസ്ബുല്ലാഹ്. അക്കൂട്ടരാണ് അള്ളാഹിന്റെ പാർട്ടി. അറിയണം, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹിന്റെ പാർട്ടി ഒരിക്കലും പരാജയപ്പെടുകയില്ല, വിജയം മാത്രമാണ് അവർക്ക് ലഭിക്കുക എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സത്യ കപട വിശ്വാസികളായ ആളുകളെ പോലെ ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നതിന് പകരം ഒരു അടക്കവും ചിട്ടയുമുള്ള നല്ലൊരു ജീവിതമായിരിക്കണം അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നതായി കേട്ടാൽ ഹൃദയം നെടുങ്ങുന്ന ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന ആ ഒരു രീതിയിൽ ഈമാൻ ഹൃദയത്തിന്റെ അകത്ത് രേഖപ്പെടുത്തപ്പെട്ട സത്യവിശ്വാസികളായി ജീവിക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം ലഭിക്കുമെന്നാണ് അല്ലാഹു തആല ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വിജയം ലഭിക്കാൻ വേണ്ടി ആ ഒരു ശരിയായ ലക്ഷ്യത്തിലേക്കുള്ള തയ്യാറെടുപ്പ് സത്യവിശ്വാസത്തിലൂടെ നമ്മുടെ ഈമാനും നമ്മുടെ അമാലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർത്തി തന്നതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.